ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പ്രൊഡ്യൂസർ ശ്യാമയും അശ്വതിയും വിളിക്കുന്നുണ്ട്. ആ കുട്ടി പാട്ട് പാടിയിട്ട് പോയിട്ടുണ്ട്, ശ്യാമ വന്ന് കേൾക്കാനെന്ന് പറയുന്നു. ശ്യാമയും അശ്വതിയും വന്ന് പാട്ട് കേൾക്കുകയാണ്. പാട്ട് കേട്ട് കഴിയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്, നല്ലൊരു ഫീലിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അശ്വതി അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമയുടെ ശബ്ദം പോലെ തന്നെ ഉണ്ടല്ലോ ആ കുട്ടിയുടെയും എന്ന്. ആ സമയത്ത് സ്റ്റുഡിയോയിലുള്ള ആള് പറയുന്നുണ്ട്, ശ്യാമയുടെ ശബ്ദം മാത്രമല്ല ശ്യാമയുടെ രൂപവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട്. ശ്യാമ ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് പറഞ്ഞതെന്ന്. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, മേഡത്തിന്റെ രൂപസാദൃശ്യം ആ കുട്ടിക്കും ഉണ്ടായിരുന്നുവെന്ന്. ശ്യാമ അപ്പോൾ സങ്കടത്തോടെ ചോദിക്കുകയാണ്, ആ കുട്ടി എന്തിയെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇപ്പൊ വെളിയിലോട്ട് പോയിട്ടുണ്ടെന്ന്. ശ്യാമ അപ്പോൾ ഓടിപ്പോവുകയാണ്. അവിടെ നിന്ന് പുറകെ അശ്വതിയും അയാളുമൊക്കെ ചെല്ലുന്നുണ്ട്. ശ്യാമ വെളിയിലേക്ക് ചെല്ലുമ്പോഴേക്കും വിനയപ്രസാദും രാധികയും കാറിൽ കയറിപ്പോയിരുന്നു. ശ്യാമ പ്രൊഡ്യൂസറിനോട് ചോദിക്കുന്നുണ്ട്, ആ കുട്ടിയുടെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ. അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട്, ആ കുട്ടിയെ വിളിക്കണമെങ്കിൽ വിനയപ്രസാദിനെ വിളിച്ചാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ശ്യാമ അപ്പോൾ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയേക്ക്, ഞാൻ വന്നേക്കാമെന്ന് പറയുന്നു. ശ്യാമ അശ്വതിയോട് സങ്കടത്തോടെ പറയാണ്, എൻ്റെ മകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പോലും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ, എന്തു പരീക്ഷണമാണെന്നൊക്കെ പറയാണ്. ആ കുട്ടിയുടെ റെക്കോർഡിംഗ് സമയത്ത് എന്നെ എല്ലാവരും വിളിച്ചതാണ്, അപ്പൊ പോലും എനിക്ക് പോകാൻ പറ്റിയില്ല, അതെന്റെ ഭാഗ്യക്കേടാണെന്നൊക്കെ പറയാണ്. അശ്വതി അപ്പോൾ പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ മാത്രമാണെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, എനിക്കും ഇപ്പൊ വിശ്വാസമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ. ശേഷം ശ്യാമയും സ്റ്റുഡിയോയിൽ വന്നിട്ട് പാട്ട് റെക്കോർഡിംഗ് ചെയ്യുകയാണ്. ശ്യാമ പാട്ട് പാടുമ്പോഴെല്ലാം രാധികയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അവസാനം ശ്യാമ പാട്ട് പാടി കഴിയുമ്പോഴും കണ്ണു നിറയുന്നുണ്ട്. സ്റ്റുഡിയോയിലുള്ളവരെല്ലാം കൈയടിക്കുകയാണ്. ശ്യാമ അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും ആസ്വദിച്ചും ഫീൽ ചെയ്തും ആദ്യമായിട്ടാണ് കുറെ കാലത്തിന് ശേഷം പാടുന്നതെന്നൊക്കെ. ശ്യാമ സ്റ്റുഡിയോയിൽ പറയുന്നുണ്ട്, പാടിയ പാട്ടൊന്ന് ഫുള്ളായിട്ട് കേൾപ്പിച്ചു കൊടുക്കാനെന്ന്. പാട്ട് ഫുള്ളായിട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ശ്യാമ രാധികയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. രാധികയെ കുറിച്ച് ആലോചിച്ച് ശ്യാമ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ശ്യാമ റൂമിൽ വന്നതിന് ശേഷം അശ്വതിയോട് പറയണ, ഇത്രയും നാള് ഞാൻ എൻ്റെ മകളെ തേടുകയായിരുന്നു, അവസാനം അവൾ വന്നിട്ട് ഇവിടെ വന്ന് പാടി. ഞാനും അവളും അമ്മയ്ക്കും മകൾക്കും വേണ്ടിയാണ് പാടിയത്, പക്ഷെ എന്നിട്ട് പോലും എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റിയില്ല. അശ്വതി അപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്തായാലും മകളെ കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ ഇനിയും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്യാമ പറയണം, എല്ലാവരും പറയുന്നത് എൻ്റെ മകൾ എന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നും പാടുന്നതെന്നും ഒക്കെയാണ്. അശ്വതി അപ്പോൾ പറയുന്നുണ്ട്, ഈ പാട്ട് കൂടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവളെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് പോലും വലിയൊരു സ്റ്റേജിൽ തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, അശ്വതി പറയുന്നതൊക്കെ സത്യമാകട്ടെ എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് സോണിയ കണിമംഗലത്തേക്ക് ചെല്ലുകയാണ്. ഡ്രൈവർ സോണിയെ കാണുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. സോണിയ പറയുന്നുണ്ട്, ഹെൽത്തിൽ നിന്നും വന്നതാണ്, ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയാൻ വന്നതാണെന്നൊക്കെ പറയുന്നു. ഡ്രൈവർ അപ്പോൾ പറയുന്നുണ്ട്, ഒരു മാസം മുമ്പ് എടുക്കാൻ ഇതുപോലെ വന്നതാണല്ലോ എന്നൊക്കെ. സോണി അപ്പോൾ പറയുന്നുണ്ട്, ഈ വീട്ടിൽ പുതിയ അതിഥി വന്നെന്നറിഞ്ഞിട്ട് വീണ്ടും വന്നതാണെന്നൊക്കെ. ഡ്രൈവർ അപ്പോൾ പറയുന്നുണ്ട്, ഇവിടുത്തെ വരൻ വിവാഹം കഴിച്ചൊരു പുതിയ കുട്ടി വന്നിട്ടുണ്ട്, പ്രിയങ്കയാണെന്ന് പറയുന്നു. സോണിയെ പ്രിയങ്കയെ വിളിക്കാൻ പറയുന്നു. പ്രിയങ്കയെ വിളിക്കുന്നുണ്ട്. പ്രിയങ്ക അവിടേക്ക് വരുമ്പോൾ തന്നെ സോണിയുടെ മുഖം മാറുന്നുണ്ട്. ശ്യാമയുടെ മുഖഷേപ്പില്ലെന്ന് മനസ്സിലാകുന്നു. പ്രിയങ്കയോട് സോണി ചോദിക്കുന്നുണ്ട്, ദേവനാരായണൻ തിരുമേനിയുടെ മകളല്ലേ, വേറെ മകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പ്രിയങ്ക അപ്പോൾ വേറെ മകളൊന്നുമില്ലെന്നൊക്കെ പറയുന്നു. പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് അന്വേഷിക്കുന്നത്, നിങ്ങൾ ഇതിനല്ലല്ലോ വന്നതെന്നൊക്കെ പറയാണ്. സോണിയ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവുകയാണ്. സോണിയ പോയതിനു ശേഷം പ്രിയങ്ക ഡ്രൈവറോട് പറയുന്നുണ്ട്, എന്തോ ഒരു പന്തികേടുണ്ടെന്നൊക്കെ. എന്തായാലും ഇതുപോലെയുള്ള ആൾക്കാർ ഇനിയും വന്നാൽ നന്നായിട്ട് ചോദ്യം ചെയ്തിട്ട് വീട്ടിലേക്ക് കയറ്റാവൂ എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് രാധികയെ വിനയപ്രസാദ് റോഡിൽ ഇറക്കി വിടുകയാണ്. രാധിക പറയുന്നുണ്ട്, അമ്പലത്തിലേക്ക് ഞാൻ തനിച്ച് പൊക്കോളാം, അച്ഛന്റെ കയ്യിൽ ഈ പൈസ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാണ്. വിനയപ്രസാദ് അപ്പോൾ പറയുന്നുണ്ട്, ഇനി ഒരു മാസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാകില്ല, ഇപ്പൊ തന്നെ ഹൈദരാബാദിൽ പോവുകയാണ്, അവിടെയാണ് ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ശ്യാമയുടെ കോള് വിനയപ്രസാദിന്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ വരുന്നുണ്ട്. പക്ഷെ ആ കോൾ ആണെങ്കിൽ എടുക്കുന്നില്ല. വിനയപ്രസാദിനോട് അസിസ്റ്റന്റ് പറയുന്നുണ്ട്, എപ്പോഴും വരുന്ന കോളാണെന്നൊക്കെ, ബ്ലോക്ക് ചെയ്യണോന്ന് ചോദിക്കുന്നുണ്ട്. വിനയപ്രസാദ് ബ്ലോക്ക് ഒന്നും ചെയ്യണ്ട, എടുക്കണ്ട എന്ന് മാത്രം പറയുന്നു.
വിനയപ്രസാദ് രാധികയോട് പറയുന്നുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുതെന്നൊക്കെ. വിനയപ്രസാദ് പറയുന്നുണ്ട്, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ശ്യാമ മേഡത്തെ കാണണമെന്നുള്ള ആഗ്രഹം ഞാൻ ഉറപ്പായിട്ടും സാധിച്ചു തരും. അത് ഞാൻ നിനക്ക് വാക്ക് തരികയാണെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞാൽ ശ്യാമ മേഡം കുറച്ചു നേരം നിന്റെ കൂടെ സമയം ചെലവഴിക്കും, അത് മാത്രമല്ല ആഹാരമൊക്കെ കഴിക്കുമെന്നൊക്കെ പറയാണ്. രാധിക ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അത്രയൊന്നും വേണ്ട, എനിക്കൊന്ന് നേരിട്ട് കാണണം, ആ കണ്ണിലേക്കൊന്ന് നോക്കണം, അതിനുശേഷം ആ മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങണം, അത് മാത്രം മതി എന്നൊക്കെ പറയുന്നു. വിനയപ്രസാദ് അപ്പോൾ പറയുന്നുണ്ട്, നിന്നെ പോലെയുള്ള ആരാധകരാണ് ശരിക്കുള്ള ആരാധകരെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് രാധികയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു മുത്തമൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് വിനയപ്രസാദ് പോകുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.